ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നല്ല മഴയാണ് കേരളത്തിലാകെ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ദുരന്തങ്ങളുടെ മുഖത്താണ്. വളരെ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ അവരെല്ലാവരെയും ഓർത്ത്. ഞങ്ങൾ താമസിക്കുന്ന സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും സങ്കടകരമായൊരു സാഹചര്യത്തിലല്ല. പക്ഷേ പലർക്കും വീടുകളിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ സുരക്ഷിതരാണ് കേട്ടോ. നിങ്ങൾ സേഫാണല്ലോ അല്ലേ? ദൈവം എല്ലാവരെയും കാവൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ പ്രവചനദൂത് ഈ മഴയുടെ പ്രയാസങ്ങളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഓഡിയോ ആയിട്ട് തന്നെ പിന്നെയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. കർത്താവ് നിങ്ങൾക്ക് തൻ്റെ ദയ ചൊരിയുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാതോർക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും വലിയവനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ പരിശുദ്ധ വചനത്തെ ആധാരമാക്കിയാണ് ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് നമ്മളോട് കരുണ തോന്നണമെന്ന് തോന്നിയാൽ നിശ്ചയമായും കരുണ തോന്നിയിരിക്കും. ദയ കാണിക്കണമെന്ന് തമ്പുരാൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചൊരു ചിന്ത വന്നാൽ ആര് തടഞ്ഞാലും നമുക്കതിനൊന്നുമുള്ള ഒരു യോഗ്യത ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ വെളിപ്പെടും. നമ്മുടെ കർത്താവ് എന്നാ ഒരു അത്ഭുതമല്ലേ! നിരുപാധികമായിട്ട് നമ്മളെ സ്നേഹിക്കുക. ഇന്ന് രാവിലെ കാരണങ്ങളില്ലാതെ തന്നെ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും കാരണം, അല്ലെങ്കിൽ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാരണം നമ്മളിലുള്ള എന്തോ സവിശേഷത അല്ല 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 ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ തന്നെയാണ്. അതായത് നമ്മളെ ഇങ്ങനെയൊക്കെ കരുതാനും ചേർത്ത് പിടിക്കാനും കർത്താവ് തയ്യാറാകുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ ഹൃദയം തന്നെയാണ്. ആ ഹൃദയത്തിൽ നമ്മളോട് തോന്നുന്ന ഏറ്റവും വലിയ മനസ്സലിവും ദയയും തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ വല്ലാതെ ഇരുട്ട് കട്ട പിടിക്കുന്ന പോലെ തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിക്കും, ഇനിയും എനിക്ക് ദൈവസന്നിധിയിൽ കരുണ ലഭിക്കുമോ? കുറേ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഒരു മനുഷ്യൻ ദൈവത്തോട് എനിക്കങ്ങയെ കാണണമെന്നുള്ള ആഗ്രഹം അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മോശെ എന്നായിരുന്നു. മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എടുത്ത് പ്രഖ്യാപിക്കുന്നത്. ഞാൻ കരുണ കാണിക്കണമെന്നുള്ളവനോട് കരുണ കാണിക്കും, ഞാൻ ദയ കാണിക്കണമെന്നുള്ളവനോട് ദയ കാണിക്കും. എന്നിട്ട് അപ്പോസ്തലൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഓടുന്ന ഒരു മനുഷ്യനാലോ എനിക്കിനിയും ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാലോ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. സകല കാര്യങ്ങളും സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്താലാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. അതായത് ദൈവം പറയുന്നു, എനിക്ക് തോന്നിയാൽ, എനിക്ക് ആരോട് തോന്നുന്നോ ആ വ്യക്തിയോട് ഞാൻ കരുണ കാണിക്കും. ചുരുക്കത്തിൽ ഇവിടെ ഒരു വലിയ മർമ്മം മറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ ദൈവം ചൊരിയുന്ന തൻ്റെ വലിയ കരുണ നമ്മുടെ ആരുടെയും പ്രയത്നത്തിൻ്റെ പ്രതിഫലനമല്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും ഓടുന്നവനാലുമല്ല, കരുണ കാണിക്കുന്ന ദൈവത്താൽ അത്രേ സകലതും സാധിക്കുന്നത്. ഇതൊരു വലിയ ആശ്വാസമാണ് എനിക്ക് പകർന്നു തന്നത് കേട്ടോ. കാരണം എത്ര കഠിനമായിട്ട് നമ്മൾ പരിശ്രമിച്ചാലും, എത്ര ദൂരം നമ്മൾ ഓടിയാലും, ഇനിയും കൂടുതൽ കൂടുതൽ എനിക്ക് ചെയ്യണമെന്നും ഇനിയും കൂടുതൽ കൂടുതൽ എനിക്ക് തെളിയണമെന്നുമൊക്കെയുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ നമുക്ക് ധൈര്യത്തോടെ എടുത്ത് താഴെ വെക്കാൻ ഈ വചനം നമ്മളെ അനുവദിക്കുന്നുണ്ട്. എനിക്കിത്രേ പറ്റുള്ളൂ, അത്രയും മതി. എനിക്കിത്രമേ മുന്നോട്ട് പോകാനായുള്ളൂ, അത് മതി. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ കരുണ നമ്മളെ കാത്തു നിൽക്കുന്നു. കാരണം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കാലിൻ്റെ വേഗതയെ ആശ്രയിച്ചല്ല, അത് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കൈകാലുകളുടെ വേഗതയെയും ശക്തിയെയും ആശ്രയിച്ചല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തെ ആശ്രയിച്ചാണ് ദൈവത്തിൻ്റെ കരുണ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓടിത്തളർന്നാലും ദൈവത്തിൻ്റെ കരുണ പിന്നെയും നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മൾ പിന്നെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളെ വരവേൽക്കുവാൻ എല്ലാം ദൈവസന്നിധിയിൽ ഒരുക്കമാണ്. രണ്ടാമതൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ഈ ഒരു കരുണ എന്ന സ്വഭാവം അത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ഒരു നേച്ചറാണ്.
ഈ സൂര്യൻ ചൂട് നൽകുന്നത് അത് ഒരു തീരുമാനത്തിൻ്റെ പേരിലല്ല, അത് സൂര്യൻ്റെ സ്വഭാവമായതുകൊണ്ടാണ്. ഒരു നീരുറവ നമുക്ക് വേണ്ടി വെള്ളം തരുന്നത് അതൊരു കാരുണ്യപ്രവൃത്തിയല്ല, അതതിൻ്റെ സ്വഭാവമാണ്, അല്ലേ? പഞ്ചസാര നമുക്ക് മധുരം തരുന്ന, അല്ലെങ്കിൽ തേൻ നമുക്ക് മധുരം തരുന്നത് അതതിൻ്റെ ഒരു നേച്ചറാണ്. അതുപോലെ കരുണ കാണിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു മൂഡല്ല, അതവൻ്റെ അചഞ്ചലമായ സ്വഭാവമാണ്. ആമേൻ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മളോട് കർത്താവ് കരുണ കാണിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു മൂഡിൻ്റെ പേരിലല്ല, ഒരു പ്രത്യേകമായൊരു താല്പര്യത്തിൻ്റെ പേരിലല്ല, അതവൻ്റെ സ്വഭാവമായതുകൊണ്ടാണ്. ദൈവ പൈതലേ, നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം ഒരു നല്ല ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. അവൻ്റെ കാരുണ്യം ഇന്നലെയും ഉണ്ടായിരുന്നതാണ്, അതിന്നുമുണ്ട്, നാളെയുമുണ്ട്. കാരണം അതാണ് അവൻ ആരാണെന്നുള്ളത് തെളിയിക്കുന്നത്. അല്ലാതെ ഇന്നെന്ത് തോന്നുന്നു, ഇപ്പോൾ എന്ത് തോന്നുന്നു എന്നതൊന്നും അല്ല ദൈവത്തെ നിർണയിക്കുന്നത്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ പേടിയും നമ്മുടെ ഏകാന്തതകളും എല്ലാം അറിയാവുന്ന ഒരു പിതാവായ ദൈവം ഈ നിമിഷവും നമ്മളെ കരുണയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ ലൈഫിലെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന മൂന്നാമത്തെ പരമോന്നതമായ സത്യം, ഏറ്റവും തകർന്നു പോകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുണ്ട പരാജയത്തിന് ശേഷവും ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുമെന്നതാണ്. അതായത് ഈ വചനം ഉരുവായൊരു സന്ദർഭം നിങ്ങൾ ഒരിക്കൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓർക്കണം. പണ്ട് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് ചെങ്കടലൊക്കെ പിളർന്ന് പുറത്തു വന്നു. അവർക്ക് ആകാശത്തുനിന്ന് മന്ന വർഷിക്കപ്പെട്ടു കേട്ടോ. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ദൈവം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. പക്ഷെ എന്നിട്ടും അവരൊരു വിഗ്രഹത്തെ കെട്ടിപ്പടുത്ത് ആരാധിച്ചു. അങ്ങനെ മാന്യമായിട്ട് നടത്തിയൊരു ദൈവത്തോട് അവർ കാണിച്ച ഒരു ഹൃദയവഞ്ചന ഭയങ്കര ഹൃദയഭേദകമാണ്. നമ്മളാണെങ്കിൽ പിന്നെ മനുഷ്യരെ തിരിഞ്ഞു പോലും നോക്കുകയല്ല. നമ്മൾ സഹായിച്ചൊരു മനുഷ്യൻ, നമ്മൾ ഹെൽപ്പ് ചെയ്തൊരാൾ നാളെ നമ്മളെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞു എന്ന് കേൾക്കുമ്പം നമ്മളെന്ത് പറയും? തിന്ന ചോറിനിട്ട് തന്നെ, അല്ലെങ്കിൽ അല്ലേ അന്നം തന്ന ചോറിനിട്ട് തന്നെ തിരിച്ച് കൊത്തിയല്ലോ എന്ന് നമ്മൾ പറയും. എന്ന് പറയുന്ന പോലെ ഈ ഇസ്രായേൽ ജനം ഇത്രത്തോളം തങ്ങളെ ഉയർത്തി നടത്തിയ ദൈവത്തെ അവഹേളിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് പണ്ട് കാണിച്ചു കൂട്ടിയത്. അവരൊരു കാളയുടെ രൂപം ഉണ്ടാക്കി അതിനെ വീണ് നമസ്കരിച്ച് ഇതാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ഒരു സമൂഹം അധപ്പതിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആത്മീക വഞ്ചനയാണ് അവർ ദൈവത്തിൽ അങ്ങനെ കാണിച്ചത്. അങ്ങനെ ആ ജനം ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന ആ ഒരു വേളയിൽ, ആ ഒരു ഇരുണ്ട നിമിഷത്തിലാണ് ദൈവം കരുണയുടെ പ്രഖ്യാപനം ഉറക്കെ വിളിച്ച് പറയുന്നത് മോശയോട്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുമെന്ന്. ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായം പോലും ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതീതമല്ല. നിങ്ങളുടെ പാപം എത്ര ആഴമുള്ളതായാലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാളും ആഴമുള്ളതാണ്. നീ വീണെടുത്ത് അവൻ്റെ കൈ നിന്നെ ഉയർത്തുവാൻ 100% എത്തിച്ചേരും. ഇന്ന് രാവിലെ ഏതൊക്കെയോ വിഷയങ്ങളിൽ തിരിച്ചുവരവില്ല എന്ന് കരുതി പട്ടുപോയവരോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾ വീണുപോയ കുഴിയുടെ ആഴത്തേക്കാൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വലിപ്പമുണ്ട്. നിങ്ങളിപ്പോൾ വീണ് കിടക്കുന്ന ആഴക്കുഴിയിലേക്ക് താണിറങ്ങി വരാൻ ദൈവത്തിൻ്റെ കൈക്ക് നിങ്ങളുടെ കുഴിയേക്കാളും നീളമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ വീണ്ടും അവൻ നിങ്ങളെ വലിച്ചു കയറ്റും. നീ തകർന്നുപോയ ജീവിത പ്രയാസത്തിനകത്തു നിന്നും ദൈവം നിങ്ങളെ പിന്നെയും ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവിക ആലോചന കേൾക്കുമ്പം ഞാൻ നിങ്ങളോടൊരു പ്രധാനമായ സത്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോട് കാണിക്കുന്ന ഈ കരുണ അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് കരുണ കാണിക്കുന്നവനോട് എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടത്തോടുള്ള ഒരു പ്രഖ്യാപനമല്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട്, അതൊരു ഏക വ്യക്തിയെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. അതായത് ഒരമ്മ തൻ്റെ ഓരോ നിമിഷങ്ങളിലും തൻ്റെ കുഞ്ഞിൻ്റെ പേര് വിളിക്കുന്നത് പോലെ, ഒരു കൂട്ടത്തിനിടയിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ ഒരു അമ്മ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന പോലെയാണിത്. ദൈവം നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ പേരോടെ, നിൻ്റെ ചരിത്രത്തോടെ, നിൻ്റെ പരാജയങ്ങളോടുകൂടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഹൃദയത്തിൻ്റെ അവസ്ഥയോടുകൂടെ, നിങ്ങളുടെ ഭാവിയുടെ സ്വഭാവത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നത്. ഈ വാക്യം ഇന്ന് രാവിലെ കേൾക്കുന്ന, ഈ ദൂതിന്ന് കേൾക്കുന്ന എല്ലാ പ്രവചനദൂതിൻ്റെ കേൾവിക്കാരോടും ഞാൻ പറയാം, നിങ്ങളിന്ന് കേൾക്കുന്ന ഈ വാക്കുകളിൽ ദൈവം തന്നെ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നോട് കരുണ കാണിക്കും.
കാരണം നിൻ്റെ പേര് അവൻ്റെ ചുണ്ടിലുണ്ട്, നിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ വേഗം പര്യവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നെറ്റിൻ്റെയൊക്കെ പ്രോബ്ലങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളോട് വേഗം ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് 4 സത്യങ്ങളാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ പ്രയത്നത്തിൻ്റെ പ്രതിഫലമല്ല, അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹസമ്മാനമാണ്. ദൈവത്തിൻ്റെ കരുണ ഒരു മാറ്റമില്ലാത്ത സ്വഭാവമാണ്. അത് ഈ നിമിഷത്തിൻ്റെയോ അടുത്ത നിമിഷത്തിൻ്റെയോ ഒരു മാറുന്ന വികാരമല്ല. ഇപ്പോൾ കരുണ കാണിച്ചിട്ട് നാളെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ആളോ മൂടൊന്ന് ശരിയാട്ടിയെന്ന് പറയാമെന്ന നിലയിൽ സമ്മർദ്ദങ്ങളാൽ വലയപ്പെടുന്ന ഒരു ഹൃദയമോ അല്ല ദൈവത്തിൻ്റേത്. അത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പഞ്ചസാര മധുരം തരുന്നത് പോലെ, എണ്ണ മൃദുവായിരിക്കുന്ന പോലെ, ഐസ് കട്ടയുടെ മേൽ തണുപ്പുള്ളതുപോലെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് അവൻ്റെ കരുണ എന്ന് പറയുന്നത്. ഏറ്റവും ഇരുണ്ട പരാജയത്തിന് ശേഷവും ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ തേടി വരും. ഈ കരുണ ദൈവം ഒരു കൂട്ടത്തിൻ്റെ മേൽ ഒരുമിച്ചെടുത്ത് കൊടുക്കുകയല്ല, നിനക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്യപ്പെടുന്നതാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ ഇന്ന് രാവിലെ ഈ ഒരു വാക്യം കത്തി ജ്വലിച്ച് നിൽക്കണം. എന്നോട് കർത്താവ് കരുണ കാണിക്കും, എന്നോട് ദൈവം ദയ കാണിക്കും, എന്നെ ദൈവം ഉയർത്തും, എന്നെ അവൻ കൈവിടുകയില്ല. ഇന്നെൻ്റെ വാക്കുകളെ ഞാൻ പര്യവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ സ്പർശിച്ച വാക്ക് ഇവിടെ എഴുതണം. നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം അനുഗ്രഹമായെങ്കിൽ ഇതെനിക്ക് അനുഗ്രഹമായി എന്ന് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഈ ശുശ്രൂഷ കണ്ടിട്ട് നിങ്ങളൊരു കമൻ്റ് ഇടുമ്പോൾ, സ്നേഹത്തോടെ ഒരു നല്ല വാക്ക് എഴുതുമ്പോൾ, അത് ദൈവകൃപയിൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന ഒരു ആത്മാർത്ഥമായ അംഗീകാരമാണ്. അതെനിക്ക് പിന്നെയും ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രചോദനം നൽകുന്നതാണ്. കർത്താവിൻ്റെ പൈതലെ, ഇന്ന് രാവിലെ ദൈവം നിന്നെ ആദരിക്കട്ടെ. പിതാവേ, ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമേ, ദേശത്തിൻ്റെ പ്രളയത്തെ മാറ്റണമേ, കാലാവസ്ഥ അനുകൂലമാക്കണമേ. അങ്ങയുടെ മക്കൾ ഇന്ന് രാവിലെ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഉന്നത പരിപാലനത്തിൽ അവരെ മറച്ചുകൊള്ളണമേ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സൗഖ്യമായി, ബന്ധനങ്ങൾ അഴിഞ്ഞ് സമാധാനം എല്ലായിടത്തും സ്ഥാപിതമായി നിൻ്റെ ജനം സന്തോഷത്തോടെ മുൻപോട്ടേക്ക് പോകട്ടെ. അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയണമേ. പ്രാർത്ഥന കേൾക്കുകയാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്തും എറണാകുളത്തും കൂത്താട്ടോളത്തും നമുക്ക് ആത്മീക ആരാധനകളുണ്ട്. അതിൽ കോട്ടയത്തെയും എറണാകുളത്തെയും മീറ്റിങ്ങിൽ ഞാൻ നേരിട്ട് വരാറുണ്ട്. കോട്ടയത്തെ മീറ്റിംഗ് രാവിലെ 8:30 മുതൽ 11:30 വരെയും എറണാകുളത്തെ മീറ്റിംഗ് വൈകുന്നേരം 4 മണി മുതൽ 6:30 വരെയുമാണ്. എറണാകുളത്തെ മീറ്റിംഗ് നടക്കുന്നത് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലാണ്. ചിറ്റൂർ റോഡ് YMCA ഹാളിൽ. കോട്ടയത്തെ മീറ്റിംഗ് നടക്കുന്നത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവർ എന്ന സ്ഥാപനത്തിലാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.